അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ആ ഒരു ചേട്ടനെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വന്നത് അവൻ്റെ ആ ഒരു അങ്കിളായിരിക്കും. അങ്ങനെ അങ്കിളാണെങ്കിൽ ജയിലിൽ നിന്ന് റിലീസായി ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്കാണെങ്കിൽ ലോയർ വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനോർക്കുമേ ലോയറാ എന്നെന്തിനാ കാണാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞിട്ട് വന്നാണ്, ഒരു കാര്യം ഉണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും എനിക്കൊന്നും കേൾക്കണമെന്നും പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടാകും നിന്റെ ചേട്ടൻ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, ഓ ഞാൻ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല സന്തോഷ വാർത്തയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു ലോയറിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് അവനോട് പറയുന്നുണ്ടാകും, നിങ്ങളുടെ ചേട്ടന് ഇങ്ങനെ അസുഖമായിരുന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ സ്വത്ത് വകകളൊക്കെ മോനിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല മോനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ, ആ ഒരു ഫയലിൽ നിന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവൻ പറയുമോ അതെന്താ, ഞാൻ ആ ഒരു ചേട്ടൻ്റെ മകനെ നോക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്, അവനിക്ക് എന്താ പ്രശ്നം, അവനിക്ക് എത്ര വയസ്സായെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടാകും ആ ഒരു കൊച്ചിന് 20 വയസ്സായെന്ന് പറയുമ്പോൾ അവൻ പറയും അപ്പോൾ കുഞ്ഞി കൊച്ചൊന്നുമല്ല തന്നെ നിന്നോളൂല എന്തിനാ ഗാർഡിയൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൊച്ചാണെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എനിക്കെങ്ങും വയ്യ ഈ ഒരു പണിയൊന്നും ചെയ്യാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബോക്സിങ്ങിന്റെ ഒരു കോമ്പറ്റീഷൻ ആട്ടോ. അപ്പോൾ അതിലിങ്ങനെ അണ്ടർഗ്രൗണ്ട് ഒക്കെ പോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ അവിടെയാണെങ്കിൽ ആ ഒരു അങ്കിൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു അങ്കിളുടെ പേര് ചോസങ്കു എന്നാണ് കേട്ടോ. അപ്പോൾ ചോസങ്കു അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പെണ്ണ് വരുന്നുണ്ടാകും. എന്നിട്ട് പറയും ജയിലിലൊക്കെ നിന്നിട്ട് എങ്ങനെയുണ്ട് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുമ്പോൾ ഞാൻ ബോറടിച്ച് ചത്ത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും നീ എപ്പോഴാണ് റിങ്ങിന് ഇറങ്ങണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും അതിനോട് പറഞ്ഞല്ലേ ഞാൻ ഇനി ഈ ഒരു റിങ്ങിലൊന്നും ഇറങ്ങണില്ല, ബോക്സിങ്ങിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്നുണ്ടാകും അത് നിനക്ക് ഈ ഒരു ഗാർഡിയൻഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും എന്താടാ നിനക്ക് പുതിയ വള്ളി എന്തെങ്കിലും കിട്ടുന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുമ്പോൾ ഒരാളുടെ ഗാർഡിയനായിട്ട് ഇരിക്കാൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും എനിക്കറിയാവുന്ന ഒരുത്തൻ ഇങ്ങനെ ഗാർഡിയനായിട്ട് പോയിട്ട് അവനിക്ക് നല്ല കോള് കിട്ടിയിരുന്നു, നീയും വേണമെങ്കിൽ ചെന്ന് നോക്ക്, നിനക്ക് എന്തെങ്കിലും കോൾ അടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ അത് ഓർത്തിട്ട് നേരെ ആ ഒരു ലോയറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ടാകും. എന്നിട്ട് ലോയറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾ പറഞ്ഞ കാര്യമില്ലേ അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ടാകും ചെയ്യുന്നുണ്ടെങ്കിലും പല പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നീ അവൻ്റെ കൂടെ 3 മാസം താമസിക്കണം, എന്നാലാണ് ശരിക്കുള്ള ഗാർഡിയൻ ആവാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അവൻ്റെ വീട്ടിൽ നീ താമസിക്കണം, പിന്നെ ആ ഒരു മൂവ് ടു ഹെവനിൽ നീ വർക്കും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ 3 മാസം നീ നോക്കുന്നൊക്കെ പറയുമ്പോൾ അവന് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ആ ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗേറുടെ ഫ്രണ്ടായിട്ടുള്ള നെമു ആണെങ്കിൽ ഈ പുള്ളിക്കാരത്ത് ചോദിക്കുന്നുണ്ടാകും നീ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ ഇനി മുതൽ ഈ വീട്ടിലെ ഓണറാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ലോയർ വരുമ്പോൾ അവൾ പറയുന്നുണ്ടാകും നീ ആരോ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് സാർ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ടാകും ഇത് ഇവൻ്റെ അങ്കിളാണ്, അവൻ്റെ അച്ഛൻ്റെ അനിയനാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നെമു പറയുന്നുണ്ടാകും പക്ഷേ ഇവർ രണ്ടുപേരുടെ ലാസ്റ്റ് നെയിം വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും ഈ ഗേറുടെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറയും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറുടെ അച്ഛന് ഉണ്ടായിക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വേറൊരു പ്രായ ഒരാളെ കെട്ടിയിട്ടാണ് എന്നെ ഉണ്ടായത് അവൻ്റെ അമ്മക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് ലോയർ ഗേറുടെ ചോദിക്കും എടാ നിനക്ക് ഓക്കെ അല്ലേ അങ്കിള് കൂടെ നിൽക്കണേൽ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛനോട് ഞാൻ പ്രോമിസ് ചെയ്തേക്കാണ്, ഞാൻ എന്തായാലും ഈ ഒരു അങ്കിളുടെ ഒപ്പം നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അങ്ങനെ പറഞ്ഞ് ലോയർ ഇറങ്ങുമ്പോൾ ആ ഒരു നെമു പറയുന്നുണ്ടാകും എന്തിനാ അയാളൊക്കെ ഇങ്ങനെ നിർത്തുന്നത്, അയാളെ കണ്ടാൽ തന്നെ അറിയാം ഏതോ ഗുണ്ട എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അങ്കിള് പറയുന്നുണ്ടാകും എന്തായാലും 3 മാസം അവർ ഒരുമിച്ച് നിൽക്കട്ടെ, അവനെ കൊണ്ട് പറ്റുവാണെങ്കിൽ മാത്രം ഞാൻ ഗാർഡിയൻ ആക്കണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ നെമു നീ അടുത്തല്ലേ ഉള്ളത്, നീ അവൻ ഇടയ്ക്കൊക്കെ നോക്കാനൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അണ്ടി ഇവൻ്റെ അടുത്ത് ചോദിക്കും നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ പേര് ഹൻ ഗുരു എന്നാന്ന് പറയുമ്പോൾ അവൻ പറയും ഇത് എന്ത് പേരാണ് നിന്റെ അച്ഛൻ നിനക്ക് ഇട്ടേക്കണേന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും എൻ്റെ പേരിൻ്റെ അർത്ഥം ഒരു വൃക്ഷം എന്നാണ്, അത് എല്ലാവർക്കും എല്ലാം പ്രയോജനങ്ങൾ നൽകും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം തന്നെ ഇവനാണെങ്കിൽ ആ ഒരു കപ്പൽ വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഹൻഗുരു ആണെങ്കിൽ തടയും, ഇതെൻ്റെ അച്ഛൻ്റെ കപ്പാണ് ഇത് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിന്റെ സൗണ്ട് ഏതാടാ റോബോട്ട് പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും പോലെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും അതേന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും എനിക്ക് ആസ്പെർഗർ എന്ന് പറഞ്ഞൊരു സിൻഡ്രോം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് അങ്കിൾ പറയും ഞാൻ ഈ റൂമിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ റൂമിലോട്ട് കയറി കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ടാകും ഇല്ല അതെൻ്റെ അച്ഛൻ്റെ റൂമാണ്, എൻ്റെ അച്ഛൻ്റെ റൂമിൽ ഞാൻ ആരും കേട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും നിൻ്റെ അച്ഛൻ മരിച്ചില്ലേ ഇനി ആ റൂം ആർക്കാ ഞാൻ കിടന്നോളാം എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ വാശി പിടിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവൻ്റെ തല ചെന്ന് ഇങ്ങനെ ഇടിക്കുന്നുണ്ടാകും. അപ്പം തന്നെ അങ്ങടേക്ക് നമ്മുടെ നമ്മു വന്നിട്ട് പറയും നിങ്ങൾ എന്തേ കാണിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗേറ് പറയുന്നുണ്ടാകും എൻ്റെ അച്ഛൻ്റെ റൂം ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ടാകും നിങ്ങൾക്ക് ഇവൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മര്യാദക്ക് നിൽക്കേണ്ടി വരും, ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും പിന്നെ ഞാൻ എവിടെ കിടക്കണമെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ അവിടെ ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എന്താ ഇവനാണെങ്കിൽ ആ ഒരു ഡോറിൻ്റെ അവിടെ
അവളുടെ കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇവനാണെങ്കിൽ അവിടുന്ന് ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് പറയും, നീ ആൾ കൊള്ളാലോടാ, നീ നല്ല റിച്ച് ആയിട്ടുള്ള പെണ്ണിനെ തന്നെയുള്ള കെട്ടിയണെന്നും പറഞ്ഞ് ആ ഒരു ഫോട്ടോ നോക്കി പറയുന്നുണ്ടാകും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഗേറു എടുത്ത് വന്നിട്ട് പറയും, നീ എന്നാലും എന്നെ എന്തിനാ ഇങ്ങടെ കൊണ്ടുവന്നത്, എന്തായാലും നിന്റെ ആഗ്രഹം പോലെ നിന്റെ പൊന്നു മോനെ ഞാൻ നല്ല രീതിക്ക് ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു ഭീഷണിയിൽ അവനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗേറു ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടാകും. അപ്പം പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ഒരു കെട്ട് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗേറു നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം സെക്യൂരിറ്റി വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടാകും. മോനിവിടെ നിൽക്കാൻ പാടെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ തലയിട്ടിടിക്കുന്നുണ്ടാകും, ഞാൻ മരിക്കൂല, എനിക്ക് മരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനങ്ങ് പേടിച്ച് പോയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു അങ്കിള് പറഞ്ഞേലും. അങ്ങനെ ഇവനാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ എന്താ നെമ്മോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, നിനക്ക് എന്നെ വന്ന് വിളിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, ഞാനെങ്ങനെ വിളിക്കാൻ എത്ര നേരമായില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ആ ഒരു പുള്ളിക്കാരത്തി എടുത്ത് പറയുന്നുണ്ടാകും, ആ ഒരു മീനിന് എന്താ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത്, ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് മരിച്ചു പോകും, എൻ്റെ അച്ഛൻ മരിച്ചു പോയല്ലേ, എൻ്റെ അച്ഛന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ ആ ഒരു അങ്കിളാണെങ്കിൽ വീടൊക്കെ ആകെ കൊള്ളാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ നെമ്മോ ആണെങ്കിൽ നല്ല രീതിക്ക് ചൂടാവും കേട്ടോ, നിങ്ങൾ എന്ത് കോലയെ കാണിച്ചു വെച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അങ്ങള് പറയുന്നുണ്ടാകും, നീ മിണ്ടാതിരിക്കും, ഇത് എൻ്റെ വീടാണ്, നീ നിൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ആ ഒരു ലോയറിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലോയർ പറയും, നീ എന്തായാലും ഒന്ന് ക്ഷമിക്കുക, നീ എല്ലാം അടുത്തുള്ളത്, നീ അവരൊന്ന് നോക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഗേറു ആണെങ്കിൽ ആ പി കിറ്റൊക്കെ ഇട്ടിട്ട് അവനാണെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ എണീച്ച് നോക്കുമ്പോൾ എന്താ അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകും. എന്നിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ടാകും, ഡ്രസ്സ് എപ്പോഴും കഴുകാനിടണം, ഇതൊക്കെ യൂസ് ചെയ്തോളാൻ പറഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് പറയും, നമുക്കൊരു വർക്ക് ഉണ്ട്, വാ പോവാന്നും പറഞ്ഞ് അവനെ വിളിച്ചിട്ട് ഇവനാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടിയിൽ വെക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മ വന്നിട്ട് പറയും, എടാ നീ ഒറ്റയ്ക്ക് വർക്കിന് പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ടാകും, നീ വണ്ടി ഓടിക്കാനാണ്, നീ വണ്ടി ഓടിക്കണ്ട, അങ്കിള് വണ്ടി ഓടിച്ചോളും, എന്തായാലും അങ്കിൾ ഉണ്ടാവില്ല നിന്റെ കൂടെ എന്നും പറഞ്ഞ് അങ്കിളാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്താ നല്ല ഹാർഷായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നുണ്ടാവും കേട്ടോ. അത് മാത്രമല്ല കുറേ ട്രാഫിക് റൂൾസ് ഒക്കെ തെറ്റിക്കുന്നുണ്ടാകും. അങ്ങനെ വണ്ടി ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ 10-15 എണ്ണം ട്രാഫിക് റൂൾസ് തെറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും നല്ല ക്ലിയർ ആയിട്ട് പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ആണല്ലേ നല്ല കാര്യം, നീ അത് ഓർമ്മിച്ച് വെച്ചോളാൻ പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു വീട്ടിലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടാകും, നിങ്ങളെ വിളിച്ചിട്ട് എത്ര നേരമായി, നിങ്ങളത് എത്ര ലേറ്റ് ആയത്, അത് മാത്രമല്ല പെട്ടെന്ന് തീർത്തോളണം, എന്തെങ്കിലും പൈസയോ പാസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ എന്നൊക്കെ പറയുമ്പോൾ ഗീർ പറയുന്നുണ്ടാകും, അല്ലെങ്കിലും വിലമടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്നിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം മറ്റവർ പറയുന്നുണ്ടാകും, ഞങ്ങളങ്ങനെ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങൾ എന്താണെങ്കിലും കാശൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ദുർഗന്ധം പോലെ ഉണ്ടാകും കേട്ടോ. അപ്പം അങ്കിൾ പറയും, ഇവിടെയാണോ ആൾ മരിച്ചതെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ ഇങ്ങനെ പുഴുവൊക്കെ അരിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. ഇത് കണ്ടിട്ട് ഇവനിക്ക് വല്ലാത്തൊരു ഷോക്കായിട്ട് ഇവനാണെങ്കിൽ പുറത്ത് പോയി വൊമിറ്റ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, അങ്കിൾ എന്നാൽ പുറത്ത് നിന്നോ, ഞാൻ ക്ലീൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ അയൽവക്കക്കാരൊക്കെ എന്നെ പറയുന്നുണ്ടാകും, ആ ഒരു മരുമോൾ എന്ത് സാധന, സ്വന്തം അമ്മായിയമ്മേനെ ഇങ്ങനെ അവർ ഉപേക്ഷിച്ച് പോയതാണ്, ആ ഒരു മരണത്തിന് ശേഷം എന്തോ 2-3 ആഴ്ചകൾക്ക് ശേഷം എല്ലാവരും കണ്ടേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരൻ്റെ അമ്മയുടെ ആ ഒരു ശവമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പം നമ്മുടെ ഗേറു ആണെങ്കിൽ അകത്തേക്ക് കയറുമ്പോൾ ഇവനിക്കാണെങ്കിൽ ആകെ ഒരു ഇതാകും, ചെയ്യാനൊരു ബുദ്ധിമുട്ടാകും. അപ്പം തന്നെ ഇവൻ്റെ അച്ഛനിങ്ങനെ അവൻ്റെ ഓർമ്മയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, ഗേറു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ നല്ല രീതിക്ക് തന്നെ തുടങ്ങിക്കോളാൻ പറഞ്ഞ് അവൻ്റെ കൂടെ നിൽക്കുന്ന പോലെ അവനിക്ക് ഫീൽ ചെയ്തിട്ട് അവനാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടാകും, ഫോട്ടോസും പാസ്ബുക്കും അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഇങ്ങനെ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാകും, അതൊക്കെ അവനെടുത്ത് വെക്കുന്നുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ പെട്ടി തുറന്ന് എന്തെങ്കിലും പൈസ ഉണ്ടോ നോക്കുമ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല, പാസ്ബുക്ക് ഉണ്ടാകും. പക്ഷേ പാസ്ബുക്കിലാണെങ്കിൽ അധികം പൈസ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരത്ത് പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു പൈസ പോലും നമുക്ക് മാറ്റി വെച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഗേറ് പറയും, ഞാൻ അകത്ത് പൈസ കണ്ടിരുന്നു എന്നും പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു ഷീറ്റ് പൊക്കുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ നിറച്ച് പൈസ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങളെന്താ നോക്കിക്കുന്നത്, ബാ നമുക്കത് എടുക്കാമെന്നും പറഞ്ഞ് ആ ഒരു അറപ്പോട് തന്നെ അവരാണെങ്കിൽ ആ ഒരു പൈസ ഒക്കെ എടുക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കെട്ടുവനും കെട്ടിയോളും ഇങ്ങനെ പൈസ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗേറോട് ചോദിക്കും, ഇതിന് വല്ല മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, കെമിക്കലൊക്കെ വെച്ച് നമുക്കത് ക്ലീൻ ചെയ്ത് കളയാം, എന്നിട്ട് ഉണക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ടാകും, അങ്ങനെയാണെങ്കിൽ മറ്റേ പൈസ തന്നാൽ മതിയില്ല, എക്സ്ട്രാ പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗേറ് പറയും, ഇല്ല അത് മതിയെന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവനാണെങ്കിൽ അത് എടുത്ത് ക്ലീൻ ആക്കാൻ വെക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു അങ്കിള് പറയുന്നുണ്ടാകും, അവരല്ല പറഞ്ഞത് ഈ സാധനം ഒന്നും വേണ്ടെന്ന്, ഇത്
കാട്ടിക്കളയാൻ പറയുമ്പോൾ അവൻ പറയും ഇല്ല ഞാനങ്ങനെ കളയില്ല, ഞാനത് എടുത്ത് വെക്കും, ഇതിന് വിലമെടുപ്പായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഒരു വണ്ടി കയറ്റി വെക്കൂട്ടോ. അപ്പം തന്നെ അങ്ങടേക്കാണെങ്കിൽ ആ ഒരു വേസ്റ്റൊക്കെ എടുത്തിട്ടും പോകാനുള്ള ഒരു ചേട്ടൻ വന്നിട്ട് അവൻ്റെ അടുത്ത് പരിചയപ്പെടുന്നുണ്ടാകും, ഞാനിങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണ ആളാണെന്നൊക്കെ പറയും. എന്തായാലും നീ ഗെറോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ടാവട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ നേരത്ത് അങ്കിൾ ഓർക്കും എന്തിനാ ഈ ബോക്സ് എന്നും പറഞ്ഞ് ആ ഒരു വണ്ടിയിലോട്ട് ഇടുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ടാകും 2-3 തവണ കുളിച്ചിട്ടും ആ ഒരു മണം എന്താ മാറാത്തെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അത് അമോണിയയുടെ മണമാണ്. മനുഷ്യൻ മരിച്ച് ചീഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ അമോണിയം സൾഫേറ്റും അതുപോലത്തെ ഒരുപാട് കെമിക്കൽസ് പുറത്തോട്ട് വരും. ആ ഒരു മണം നമ്മൾ എത്ര കഴിയാലും പോകില്ല, അത്രയ്ക്ക് ഇതുണ്ടാകും. ഇതിപ്പോൾ അധികം ചൂടില്ലാത്തതുകൊണ്ടാണ് അധികം പ്രശ്നമില്ലാതിരുന്നത്. നല്ല ചൂടൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡൊക്കെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അവിടെ ഈച്ചയും പുഴുവൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇവനിക്കത് കണ്ടിട്ട് ഓക്കാനം വന്നിട്ട് അങ്ങ് ഛർദ്ദിക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെ അവൻ ആകെ ക്ഷീണിച്ച് പുറത്ത് നിൽക്കുമ്പോൾ നമ്മ ചോദിക്കുന്നുണ്ടാകും എങ്ങനെയുണ്ടെന്ന് പണിക്ക് പോയിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നിനക്ക് ഇത്രക്കും ക്യൂരിയോസിറ്റി ആണെങ്കിൽ നിനക്കും പണിക്ക് വന്നൂടെ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നീ അവൻ്റെ ഫ്രണ്ടാന്ന് മാത്രം പറയണ്ട, ശരിക്കും നിനക്ക് പൈസ തന്നിട്ട് നീ അവനെ നോക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തുള്ളവർക്ക് എല്ലാം മഞ്ഞയായിട്ടാ കാണുള്ളൂ, അത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയും നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് നിന്നോ, നിങ്ങൾ ഞാൻ വാച്ച് ചെയ്യേണ്ടെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാകും. അങ്ങനെ രാത്രിയാകുമ്പോൾ നമ്മുടെ ഗേറു ആണെങ്കിൽ ആ ഒരു നോട്ടൊക്കെ ആണെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ വെക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണക്കി വെച്ചിട്ട് ഇവനിങ്ങനെ നിരത്തി വെക്കുന്നുണ്ടാകും. അപ്പോൾ അവൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ കാര്യം ഇങ്ങനെ അവനിങ്ങനെ ആലോചിക്കും. പണ്ട് ഇങ്ങനെ മരിച്ചു പോയ ഒരാളുടെ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും അച്ഛൻ എന്താ ഈ ആലോചിക്കണേന്ന് നോക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ടാകും ആ മരിച്ചു പോയ ആൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടാകും, അവരുടെ ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, നമ്മളിത് കണ്ട് മനസ്സിലാക്കണം, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഈ നോട്ടൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാകും. അങ്ങനെ പിറ്റേന്നാകുമ്പോൾ ബാങ്കിൽ പോയിട്ട് ആ ഒരു റെസിപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും ഒക്ടോബർ 5, ഒക്ടോബർ 8, ഒക്ടോബർ 12 എന്നീ ദിവസങ്ങളിലൊക്കെ വന്ന് റെസിപ്റ്റ് എടുത്തതാണ്. അത് മാത്രമല്ല ആ ഒരു ലീ സങ് ഹ്യൂനിനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 2 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.